തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം കൗൺസിലർ ശ്രീ ആർ സുഗതൻ്റെ അറസ്റ്റും അതിനെ തുടർന്നുള്ള സംഭവങ്ങളും ഞാനിതിനെപ്പറ്റി കാര്യമായൊന്നും പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. എന്നിരുന്നാലും 1-2 ദിവസത്തിന് ശേഷം അതിനെപ്പറ്റി കുറച്ചുകൂടി വിവരങ്ങൾ ലഭ്യമായപ്പോൾ അത് കാര്യമായി ഒന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നി. അതിലൊന്നാമത്തെ കാര്യം, സുഗതനെ സംബന്ധിച്ച് അത് ഈ 101 അംഗ കൗൺസിലിൽ അവിടെ 50 പേര് BJPക്കാരും ഒരാൾ സ്വതന്ത്രനുമാണ് അതിനെ പിന്താങ്ങുന്നത്. അതായത് ഒരാളുടെ അംഗത്വം നഷ്ടപ്പെട്ട് അവിടെ വീണ്ടും ഒരു ഇലക്ഷൻ നടത്തി അവിടേക്കൊരു പ്രതിപക്ഷത്തു നിന്നുള്ള ഒരാൾ വരികയാണെങ്കിൽ ഒരുപക്ഷെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ BJPയുടെ ഈ ഭരണം അവസാനിപ്പിക്കാനാകും എന്നുള്ളൊരു സ്ഥിതിയുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഏതായാലും സുഗതനെതിരെയുള്ള കേസുകൾ നോക്കിയപ്പോൾ അത് 2019 കേസുകളുടെ ആരംഭം കാണുന്നത്. പക്ഷേ അതിനു മുമ്പും വളരെ യുവാവായി തന്നെ സുഗതൻ അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ശ്രീ VK പ്രശാന്ത് അവിടെ MLA ബൈ ഇലക്ഷനിൽ ആയിട്ട് വന്നതിന് ശേഷമാണ് ഈ കേസുകളുടെ പ്രവാഹം ഉണ്ടാകുന്നതെന്നും ആ കേസുകളെല്ലാം പൊളിറ്റിക്കലി ഓറിയൻറ്റഡ്, അതായത് കോൺഗ്രസ് ആയിട്ടോ മറ്റേതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടോ ഉള്ള കേസുകൾ സുഗതന് കാണുന്നില്ല. അതിൻ്റെ അർത്ഥം ആ കേസുകളെല്ലാം എടുത്തിരിക്കുന്നത് അന്ന് തികച്ചും രാഷ്ട്രീയപരമായി പ്രവർത്തിക്കാൻ വിധേയരായിക്കൊണ്ടിരുന്ന ഒരു പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ച് സുഗതനെ പ്രതിയാക്കി ഉണ്ടാക്കിയിരിക്കുന്നതാണെന്നും കാണാം. പക്ഷേ അതിലെല്ലാം സുഗതനും അല്ലെങ്കിൽ സുഗതനെ സപ്പോർട്ട് ചെയ്തിരുന്ന BJPയും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിനെല്ലാം പരാതി കൊടുക്കുകയും ആ പരാതി സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അത് കോടതിയിൽ കൊടുക്കുകയും അതിനെതിരെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിവില്ല. പക്ഷേ ഇപ്പോൾ സുഗതന് ചെയ്യാവുന്നത് അഡ്വൈസറി കൗൺസിലിൽ പോകുകയും അതിൽ നിന്നും അഡ്വൈസറി ബോർഡിൽ പോകുകയും അതിൽ നിന്നും നീതി പ്രതീക്ഷിക്കുകയുമാണ്. അതിന് ചെയ്യേണ്ടത് ഏതെല്ലാം കേസുകളിലാണ് സുഗതനെ പ്രതിയായി കൊടുത്തത്, ആ പ്രതികൾ, കാരണം പോലീസ് എന്താണ് ചെയ്യുന്നത്, സുവമോട്ടോ കേസുകളിൽ പ്രതി ആയവരെ പോലീസിന് ഇത്തരം കാപ്പ കേസുകളിൽ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് പലപ്പോഴും ഭരിക്കുന്ന പാർട്ടികളുടെ സപ്പോർട്ട് കൊണ്ട് അവരെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ആ കേസുകൾ എടുപ്പിച്ചാണ് ഒരാളുടെ പേരിൽ 3 കേസ് ചാർജ് ചെയ്യാൻ പറ്റിയ വിധത്തിലാക്കി എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സുഗതൻ്റെ കേസുകളിൽ കാണുന്നത് നമ്മൾക്ക് ശരിക്കും നോക്കിയാൽ അറിയാം, അതെല്ലാം CPM ബേസ്ഡ് ആയിട്ടുള്ള ആളുകൾ കൊടുത്ത കേസുകളാണ്. അതല്ലാതെ മറ്റ് ആരെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നാട്ടുകാരോ മറ്റാർക്കുമോ പ്രശ്നമുണ്ടായിട്ട് കേസുകൾ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ കൊടുക്കുന്നു, ആ കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്യുന്നു, ചാർജ് ചെയ്യുന്നു. അങ്ങനെ ഒരു ദീർഘനാളത്തെ പരിപാടി കൊണ്ട് സുഗതനെതിരെ കാപ്പ എടുക്കാനുള്ള സംവിധാനം സജ്ജമാകുന്നു. അങ്ങനെ സജ്ജമായി അങ്ങനെ കാപ്പകൾ ചാർത്തപ്പെടുന്നു. അങ്ങനെയാണ് സുഗതനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നടപടികൾ വരുന്നത്. ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പോലീസിനെ ഉപയോഗിച്ച്, നിയമങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നിയമപരമായി ജനാധിപത്യം ഇല്ലാതാക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഒരുപക്ഷെ മമതാ ബാനർജിയുടെ ബംഗാളിലും മറ്റും നടന്നിരുന്ന ഒരു പ്രവർത്തനമാണ്, അതിൻ്റെ ഒരു ആവർത്തനമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു എന്ന് പറയാവുന്ന, പ്രയോജനം ലഭിക്കുന്ന എന്ന് പറയുന്ന കോൺഗ്രസ്സിന്, കാരണം കേരളത്തിൽ ഇപ്പോൾ 3 MLAമാർ BJPക്ക് ഉണ്ട് എന്നതിലല്ല, അതേക്കാൾ കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ, അത് BJP ഭരിക്കുന്നു എന്നുള്ളതാണ് പലർക്കും വിഷമമുണ്ടാക്കുന്ന കാര്യം. CPMനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ വരുമാന സ്രോതസ്സായിരുന്നു. ഇതുവരെ മേയർ VV രാജേഷും കൂട്ടരും കൂടി പൊക്കിയെടുത്തിട്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ നോക്കിയാൽ മതി. എത്രമാത്രം അഴിമതി നടത്തിയിരുന്ന കാര്യങ്ങളാണ് അവർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്.
അത് ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കാര്യത്തിലായാലും, അത് CPM ഓഫീസ് പ്രവർത്തിച്ചിരിക്കുന്ന കാര്യത്തിലായാലും, അതുപോലെ നിരവധി കാര്യങ്ങളിൽ ആ കോർപ്പറേഷനിൽ നിന്ന് ഒരു വർഷം കോടിക്കണക്കിന് രൂപ ഡൈവേർട്ട് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത് നിസ്സാരമായ സംഗതിയല്ല. ഇതെല്ലാം പുറത്തു കൊണ്ടുവരികയാണ്. അപ്പോൾ രാജേഷ് ഇനിയും കുറേ നാൾ കൂടി ഭരണത്തിലിരുന്നാൽ തീർച്ചയായിട്ടും ഈ അസ്ഥികൂടങ്ങൾ മുഴുവൻ പുറത്തിയാടുകയും അവിടെ നടന്നിരിക്കുന്ന അഴിമതിയുടെ വ്യാപ്തികൾ പുറത്തു വരികയും, അതുകൂടാതെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്ന, ഇപ്പോൾ വിഴിഞ്ഞത്തും മറ്റും പണിത് 4 വർഷം പൂർത്തിയായപ്പോഴേക്കും ഫ്ലാറ്റുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് അവിടേക്ക് നടക്കുന്ന സംഭവങ്ങൾ, അതുപോലെ സ്കൂളുകൾ പണിതിട്ട് 4 വർഷത്തിനുള്ളിൽ 4 കോടി രൂപയ്ക്ക് പുതുക്കി പണിത സ്കൂളുകൾ ഇടിഞ്ഞു വീഴുന്ന ഘട്ടങ്ങൾ, ഇതെല്ലാം പുറത്തു കൊണ്ടുവരികയാണ്. അപ്പോൾ അതിന് ഒരു പ്രതിവിധി BJP ഭരണം പോകുക എന്നുള്ളതാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആവശ്യം. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ എന്ന നിലയിൽ മാത്രമല്ല, തലസ്ഥാന നഗരം എന്ന നിലയിൽ അതിന് വലിയ പ്രാധാന്യവുമുണ്ട്. അതോടൊപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും കേരളത്തിലെ അവരുടെ സ്ഥിതി, ഇപ്പോൾ PM ശ്രീയൊക്കെ വാസ്തവത്തിൽ കേരളത്തിൽ മാത്രമല്ലേ അതിനൊരു ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇതേപ്പറ്റി കാര്യമായ ക്വസ്റ്റ്യനൊന്നും ഇല്ലാതെ തന്നെയാണ് അത് നടപ്പാക്കപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അത് മതപരമായ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിക്കുന്ന പ്രത്യേകതയുണ്ട്. അവരെ കൊണ്ടുള്ള സപ്പോർട്ടും അവരെ പ്രീണിപ്പിച്ച് നിർത്തേണ്ട ആവശ്യവും ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ചും കേരളത്തിലും അത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കേസുകൾ ശരിക്കും ഒരു പുനരവലോകനത്തിന് പബ്ലിക്, അതായത് ഇതിൽ താല്പര്യമുള്ള ആൾക്കാർ മുന്നിട്ടിറങ്ങി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. കാരണം ഇതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചു കാണണം, 2002 ഈന്തുള്ളതിൽ ബിനു എന്ന് പറയുന്ന ഒരു നാദാപുരത്തുകാരനെ, അയാൾ ഒരു നബീസുവിനെ അവിടെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ പ്രതിയാക്കുകയും പിന്നീട് NDF-കാർ വെട്ടിക്കൊല്ലുകയും ഒക്കെ ചെയ്ത ഒരു കേസുണ്ടായിരുന്നു. ആ കേസിന് ശേഷം അവർ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു അതെല്ലാം വളരെ തെറ്റായ കാര്യങ്ങളായിരുന്നു, അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന്. അപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി നുണ പറയുകയും അതിനെ ശരിയായി ചിത്രീകരിക്കുകയും അതിൻ്റെ പേരിൽ ഇത്തരം നടപടികൾ എടുക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ കുറേയുണ്ട്. ഇതുപോലെ തന്നെയാണ് പത്മരാജൻ്റെ കേസിലും സംഭവിച്ചിട്ടുള്ളത് കണ്ണൂരിൽ എന്നുള്ളത് ഞാൻ തന്നെ ഇതിനു മുമ്പും വന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ സംഭവിച്ച കാര്യങ്ങൾ, പുറത്തു വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതെങ്ങനെയാണ് പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് ജയിലിൽ കിടക്കുന്ന സുഗതന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, പക്ഷേ ജയിലിന് പുറത്തുള്ള BJP നേതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി അഡ്വൈസറി ബോർഡിലേക്ക് പോകുന്ന സമയം ആരൊക്കെയാണ് സുഗതനെതിരെ കേസ് കൊടുത്തിരിക്കുന്നതെന്നും അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് അറിയിക്കാനും, ബോർഡിന് മുന്നിൽ അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ട് നടന്ന പ്ലാനിങ്, 2019 മുതൽ നടന്നു വന്നിരുന്ന പ്ലാനിങ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയിക്കാനും, അങ്ങനെ അത് തെറ്റാണെന്ന്, ആ നടപടികൾ തെറ്റായിരുന്നുവെന്നും രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്നും പ്രൂവ് ചെയ്യാനുമായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പ്രതിവിധി എന്നുള്ളത്. അത് ചെയ്യാനാണ് പ്രധാനമായിട്ടും ഇവർ ശ്രമിക്കേണ്ടത്. കാരണം ബംഗാളിൽ സംഭവിച്ചതുപോലെ കേരളത്തിൽ പെട്ടെന്ന് സംഭവിക്കുക അസാധ്യമാണ്. കാരണം ബംഗാളിലെ ആ സാമൂഹിക സിറ്റുവേഷൻ അല്ല കേരളത്തിലുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അവിടെ 3 സീറ്റിൽ നിന്ന് 75 സീറ്റിലേക്കും അവിടെ 75-ൽ നിന്ന് പിന്നീട് 208 സീറ്റിലേക്കുമൊക്കെ വളർന്നത് 11 വർഷം കൊണ്ടാണ്. ഒരുപക്ഷേ ഇവിടത്തേക്കാൾ വലിയ പീഡനങ്ങളും വലിയ അക്രമങ്ങളും അവിടെ നടന്നിരുന്നെങ്കിൽ പോലും കേരളത്തിൽ പോലുള്ള ഒരു വോട്ട് ബാങ്ക് സിറ്റുവേഷനല്ല ബംഗാളിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അത്ഭുതം തോന്നിയത് വലിയ നേതാക്കളൊന്നും ഇതേപ്പറ്റി പ്രതികരിച്ച് കണ്ടില്ല. ഞാൻ ഇത്ര നാൾ 2 ദിവസം കാത്തിരിക്കുകയായിരുന്നു പ്രധാന നേതാക്കൾ എന്ത് പ്രതികരിക്കുന്നു. എനിക്ക് അവരോട് പറയാനുള്ളത്, ഇതേപ്പറ്റി നിയമപരമായി നടപടികൾ നേരിടുന്നതിൽ പലപ്പോഴും ഇവർ വലിയ താല്പര്യം കാണിക്കാറില്ല. അത് അവർക്ക് അനുഭവിക്കുന്നവർക്ക് വിട്ടുകൊടുക്കുകയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അത് എങ്ങനെയൊക്കെയാണ് പോലീസ് കേസുകൾ എടുക്കുന്നതെന്ന് എനിക്ക് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് അറിയാവുന്നതാണ്.
കാരണം ശബരിമല കേസിൽ ഒരു ഹർത്താൽ ആഹ്വാനത്തിനും പോകാതിരുന്ന എന്നെ നൂറുകണക്കിന് കേസിൽ പ്രതികളാക്കി പിന്നീട് പ്രതിയാക്കി എടുക്കാനായിട്ട് പോലീസിന് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരനായ ഒരാളെ വളരെ പ്ലാൻ ചെയ്ത് ബോധപൂർവം എല്ലാ കേസുകളിലും സുവമോട്ടോ കേസല്ലാതെ നാട്ടുകാരുടെ എന്ന നിലയിൽ കേസുകൾ ഉണ്ടാക്കുന്നതിനും ആ കേസുകൾ ചാർജ് ചെയ്യുന്നതിനും അങ്ങനെ 3 കേസുകൾ ചാർജ് ചെയ്ത് കിട്ടിയാൽ ഉടനെ കാപ്പയിൽ പെടുത്തുന്നതിനും സാധിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. പൊളിറ്റിക്കലായിട്ട് ദുരുപയോഗം ചെയ്യാവുന്ന ഒരു നിയമമാണ് കാപ്പ. അങ്ങനെ ഉള്ള കാര്യം ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അഡ്വൈസറി ബോർഡിന് മുന്നിൽ അത് പ്രൂവ് ചെയ്യേണ്ടത് ഇനി പുറത്തു നിൽക്കുന്ന BJP നേതാക്കന്മാരുടെയും അഡ്വക്കേറ്റ്മാരുടെയും ഒക്കെ നേതൃത്വത്തിലായിരിക്കണം. അതിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്.